ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലത്തോളം ഈ ഒരു കേസ് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷക്കാലത്തോളം ഇത് അവരുടെ വക്കീലുമായിട്ടും എംബസിയുടെ ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് വാർത്ത പെട്ടെന്നൊരു എന്താ പറയുക ഷോക്ക് പോലാണ് മെനഞ്ഞാന്ന് രാത്രി ഞങ്ങളെ തേടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ഗവർണറെ കണ്ടത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ ചിലരെ കേരള ഗവൺമെൻറ്റിലെ ചിലരെ കാണണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ അത് നടന്നില്ല. അപ്പം എന്തായാലും ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം കുറേ പേരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുകൊണ്ട് ഞാനൊരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയുടെ പോസ്റ്റ് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, അവസാന നിമിഷം വരെ പരിശ്രമം നടത്താം എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ഒരു വിശ്വാസം. അതിനകത്ത് ഗവർണറിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ രാഷ്ട്ര നേതാക്കളുമായിട്ടും കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള പാത ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും.